أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأخذتهم الرجفة فأصبحوا في دارهم جاثمين. الذين كذبوا شعيبا كأن لم يغنوا فيها. الذين كذبوا شعيبا كانوا هم الخاسرين. فتولى عنهم وقال يا قوم لقد أبلغتكم رسالات ربي ونصحت لكم فكيف آسى على قوم كافرين. وما أرسلنا في قرية من نبي إلا أخذنا أهلها بالبأساء والضراء لعلهم يضرعون. ثم بدلنا مكان السيئة الحسنة حتى عفوا وقالوا قد مس آباءنا الضراء والسراء فأخذناهم بغتة وهم لا يشعرون. അപ്പോൾ ശ്രദ്ധിക്കൂ, നമ്മൾ സൂറത്തുൽ ആറാഫാണ് പറയുന്നത്. ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ ഇതിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ അവസാനമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പഠിച്ചതാണ് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അൽ ഫത്താഹ് എന്നുള്ളത്. അൽ ഫത്താഹ് വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് മാത്രമേ അൽ ഫത്താഹ് എന്ന് പറയും. ഫാത്തിഹുൻ എന്നുള്ളതിൻ്റെ ഒരു ഉയർന്ന രൂപമാണ് അൽ ഫത്താഹ് എന്ന്. ഫത്താഹ് എന്ന് പറഞ്ഞാൽ തീർപ്പ് കൽപ്പിക്കുന്നവൻ,
തീരുമാനമെടുക്കുന്നവൻ, തുറവി നൽകുന്നവൻ എന്നൊക്കെയാണ്, തീരുമാനമുണ്ടാക്കുന്നവൻ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഷുഐബ് നബി പ്രാർത്ഥിച്ചത്, റബ്ബനഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹക്ക്. അതായത് അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഞങ്ങളെ മതത്തേക്ക് തിരിച്ചു വരണം, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ നാട്ടിൽ നിന്ന് നിന്നെ ഞങ്ങൾ പുറത്താക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഭീഷണി മുഴക്കി അദ്ദേഹത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തപ്പോൾ ഷുഐബ് നബി ഇസ്ലാം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്, റബ്ബനഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹക്ക്. റബ്ബെ, ഞങ്ങളുടെയും ഞങ്ങളുടെ ജനതയുടെയും ഇടയിൽ നീ എന്താണ്, ഒരു നല്ല തീർപ്പ് നീ കൽപ്പിക്കണേ, ഒരു നല്ല തീരുമാനം നീ ഉണ്ടാക്കണേ. വ അന്ത ഖൈറുൽ ഫാത്തിഹീൻ. ഫാത്തിഹ്, ഫത്താഹ് എന്നുള്ളതിൻ്റെ ഒരു രൂപമാണ് അൽ ഫാത്തിഹ്. അപ്പോൾ തീർപ്പ് കൽപ്പിക്കുന്നവരിൽ നീ ഏറ്റവും ഉത്തമനാണല്ലോ എന്ന് എന്ത് ചെയ്തു പറഞ്ഞു എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഫത്തഹ് രണ്ട് വിധമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അള്ളാഹു തീർപ്പ് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ സത്യവും അസത്യത്തിൻ്റെയും ഇടയിൽ എന്ത് ചെയ്യുക, വേർതിരിവ് കൽപ്പിക്കുക. അതായത് ഏതാണ് സത്യം, ഏതാണ് വഴികേട് എന്ന് അള്ളാഹുവാണ് തീരുമാനിച്ചു തരുന്നവൻ. രണ്ടാമത്തെ തീർപ്പ് കൽപ്പിക്കൽ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളും അവിശ്വാസികളും തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ അവിടെ എന്താണ്, അതിൽ ആ അവിശ്വാസികളുടെ ഇടയിൽ നിന്ന് വരുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും വിശ്വാസികൾക്കൊരു രക്ഷയും ആശ്വാസവും സമാധാനവും അവർക്ക് നൽകുന്ന രൂപത്തിലൊരു തീരുമാനം അള്ളാഹു ഉണ്ടാക്കുമെന്നാണ്. അപ്പോൾ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏതേതു പ്രശ്നങ്ങളിലും നമ്മൾ വിചാരിക്കാത്തൊരു വഴി തുറന്നു തരാൻ അള്ളാഹുവിന് പറ്റും. കാരണം ഈ പ്രവാചകന്മാരൊക്കെ അള്ളാഹുവോട് തങ്ങളുടെ ജനതകൾക്കെതിരായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് അവസാന നിമിഷങ്ങളിലാണ്. ഒരു നിലക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ പ്രാർത്ഥിക്കുക. പ്രബോധനത്തിൽ നിലകൊള്ളുമ്പോൾ തങ്ങളുടെ ജീവനും നിലനിൽപ്പിനും ഭീഷണിയാവുന്നൊരു ഘട്ടത്തിലാണ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അതിനൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതിപ്പോൾ എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം പരിശോധിക്കാൻ നമുക്കിവിടെ കാണും. ഇവിടെ അള്ളാഹു ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയ്ക്കിൽ ഒരു തീരുമാനമുണ്ടാക്കിയതിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് 91-ാമത്തെ ആയത്തിൽ. ഫഅഖദതുഹുമുർ റജ്ഫതു ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ. ഫഅഖദതുഹുമുർ റജ്ഫതു, ഫഅഖദതുഹും, അങ്ങനെ അവരെ പിടികൂടി, അർ റജ്ഫതു, ഒരു കഠിന പ്രകമ്പനം. ഈ ശിക്ഷയെക്കുറിച്ച് പറയണത് എന്താ വെച്ചാൽ, ഷുഐബ് നബി ഇസ്ലാമിൻ്റെ സമുദായത്തിൽ വന്ന ശിക്ഷയെക്കുറിച്ച് പറയണത്, ഇവരെന്ത് ചോദിച്ചാൽ രാത്രി പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. രാത്രി പോയി സുഖമായിട്ട് കിടന്നുറങ്ങിയെന്ന് മാത്രമല്ല, ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ ആയപ്പോഴേക്കും എന്ത് ചെയ്തു വെച്ചാൽ അവർ മുഴുവനും മയ്യത്തായി മാറിയെന്നാണ് പറയണത്. മയ്യത്തീന ഹാമിദീൻ എന്നാണ്. എള്ളകാതെ അങ്ങനെ കിടക്കാണ്, ജീവൻ പോയിട്ട്. അതാണ് ഫസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ. അവിടെ വാസസ്ഥലങ്ങളിൽ അവരെന്ത് ചെയ്തു, കമഴ്ന്നു വീണവരായി തീർന്നു എന്നാണ്. അനങ്ങാതെ ഇങ്ങനെ കിടക്കുന്നുണ്ടെന്നാണ് നേരം വെളുത്ത് നോക്കുമ്പോൾ. ജാസിമീൻ എന്ന് പറഞ്ഞാൽ അതാണ് മറിഞ്ഞു വീഴുക, കമഴ്ന്നു വീഴുക എന്നൊക്കെയാണ്. അങ്ങനെ മറിഞ്ഞു വീണവരായി, അതേപോലെ തന്നെ കമഴ്ന്നു വീണവരായി തീർന്നു എന്നാണ്. ഫസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ എന്നാണ്. അവരുടെ വീടുകളിൽ, സ്വന്തം വാസസ്ഥലങ്ങളിൽ തന്നെ അവരെന്ത് ചെയ്തു, കമഴ്ന്നു വീണ് കിടന്നു എന്നാണ്. അപ്പം അത്രയും കഠിനമായൊരു ശിക്ഷയാണ് അവർക്ക് വന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത്. അസ്സൽസലത്തു ഷദീദ എന്നാണ് പറഞ്ഞത്. അതായത് ഒരു കഠിനമായ ഒരു ഭൂമി കുലുക്കം, ആകപ്പാടൊരു പ്രകമ്പനം. പിന്നെ എന്തുണ്ടായതെന്ന് ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു ശിക്ഷയാണ് അവർക്ക് വന്നത് എന്നാണ്. എന്നിട്ട് ആ ശിക്ഷയുടെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു പറയുന്നു, നോക്കും നിങ്ങൾ. അല്ലദീന കദ്ദബു ഷുഐബൻ, ഷുഐബ് നബിയെ വ്യാജമാക്കിയ ആളുകൾ, അല്ലം യഗ്നൗ ഫീഹ, അവിടെ അവർ വസിച്ചിട്ടില്ലാത്ത വിധമായി എന്നാണ്. അങ്ങനെ ഒരു കൂട്ടക്കാരവിടെ താമസിച്ചിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റൂല എന്നാണ്. ഇമാം സഹദി പറയണത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു നാട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവന്ന് നോക്കി നിങ്ങൾ, അവിടെ അവർ താമസിക്കുന്ന വീടുകളുണ്ടായിരിക്കും, അതേപോലെ തന്നെ അവർ സംഭവിച്ച വഴികളുണ്ടായിരിക്കും, അവർ വിശ്രമിച്ചിരുന്ന തണലുകളുണ്ടായിരിക്കും, അതേപോലെ തന്നെ അവിടെ നദികളുണ്ടായിരിക്കും, അതേപോലെ തന്നെ നല്ല മരങ്ങളും പഴങ്ങളൊക്കെ ഉണ്ടായിരിക്കും,
അങ്ങനെ ഒരു പിന്നെ അവർ കളിച്ചിരുന്ന കളിസ്ഥലങ്ങൾ, അവർ ഭയങ്കരമായ സുഖങ്ങൾ എടുത്തിരുന്ന സ്ഥലങ്ങൾ, ഹോട്ടലുകൾ, അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ. ഇതൊക്കെ പാടെന്താണെന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ ഒരു ഗ്രാമാന്ന് പോലും അത് തോന്നൂല. ശിക്ഷൺ കഴിഞ്ഞ ആ സ്ഥലത്ത് എന്തില്ല, മനുഷ്യൻ താമസിച്ചിരുന്നു എന്ന് തോന്നാവുന്ന ഒരടയാളമില്ല. ഒരു വീടിൻ്റെ ഒരു പാടോ താമസിച്ചിരുന്ന വീട് പൊളിഞ്ഞു വരെ വീടൊന്നുമില്ല എന്നാണ്. അത് ക്ലിയറായി എന്നാണ് പറയുന്നത്. അതാണ് അല്ലദീന കദ്ദബു ശുഐബൻ കഅല്ലം യഗ്നൗ ഫീഹാ എന്നാണ്. അവർ അവിടത്തിൽ വസിച്ചിട്ടില്ലാത്ത പോലെ ആയി എന്നാണ്. അങ്ങനെ ഒരു കൂട്ടക്കാരവിടെ താമസിച്ചിരുന്നു എന്ന് പറയാൻ പറ്റാത്ത വിധം എന്ത് ചെയ്തു, അവിടുന്ന് പോയി എന്നാണ്. അന്നകുമ്മ അക്കാമു ഫി ദിയാരിഹിം, അവരെ വീടുകളിൽ അവർ താമസിച്ചിട്ടില്ലാത്ത പോലെ. അന്നകുമ്മ തമത്തഉ ഫി അറസാത്തിഹ വല തഫയ്യഉ ഫി ളിലാലിഹ, അവിടുത്തെ തണലുകളിലോ അവിടുത്തെ ഓരങ്ങളിലോ ഒന്നും അവർ സഞ്ചരിച്ച് സുഖമെടുത്ത് ഒന്നും കാണില്ല എന്ന്. അതേപോലെ തന്നെ അവിടെയുള്ള നദികളുടെ മസാരിഹ അൻഹാരിക, ആ നദികൾ ഒഴുകുന്ന സ്ഥലങ്ങളില്ല. വല അക്കലുമിൻ തിമാരി അസ്ജാരിക, അതേപോലെ തന്നെ അവർ തിന്നിരുന്ന മരങ്ങളോ പഴങ്ങളോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ കാണാൻ പറ്റുന്നില്ല. അതൊക്കെ അല്ലം യഗ്നൗ ഫീഹാന. അല്ലദീന കദ്ദബു ശുഐബൻ കാനു ഹുമുൽ ഖാസിരീന, ശുഐബ് നബി അലൈഹിസ്സലാമിനെ കളവാക്കിയിരുന്ന ആളുകൾ കാനു ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാണ് നഷ്ടക്കാർ. നേരത്തെ ഒരു ആയത്ത് ഓർമ്മ ഉണ്ടാവും, ശുഐബ് നബി അലൈഹിസ്സലാമിനെ പിൻപറ്റിയ ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട് അവർ നഷ്ടക്കാരാണ് എന്ന്. ശുഐബ് നബിനെ പിൻപറ്റിയവരോട് ശുഐബ് നബിക്കിൻ്റെ ശത്രുക്കൾ പറയാണ് എന്താണ്, ലഇൻ ഇത്തബഅത്തും ശുഐബൻ ഇന്നക്കും ഇദല്ല ഖാസിറൂൻ. ലഇൻ ഇത്തബഅത്തും ശുഐബൻ, നിങ്ങൾ ശുഐബിനെ പിൻപറ്റുകയാണെങ്കിൽ ഇന്നക്കും ഇദല്ല ഖാസിറൂൻ, നിങ്ങൾ നഷ്ടക്കാരാകുമെന്ന് അവിടെ പറയുന്നുണ്ട്. ഇവിടെ അള്ള പറയണെന്ത്, യഥാർത്ഥത്തിൽ ഇവർ താമസിച്ചിരുന്ന മുഴുവൻ വീടുകളും ഗ്രാമങ്ങളും അവർ ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും തകർന്നടിഞ്ഞു കിടക്കുന്ന ഗ്രാമത്തെ ചൂണ്ടി അള്ള പറയാണ് കാനുഹുമുൽ ഖാസിറൂൻ. ആരാ ശരിക്കും നഷ്ടക്കാർ? ശുഐബ് നബി അലൈഹി ഇസ്ലാമിനെ കളവാക്കിയ ആളുകളാകുന്നു ശരിക്കും നഷ്ടക്കാരെന്നാണ്. ഇതാണ് അള്ളാഹു. ഇപ്പോൾ ഈ ശത്രുക്കൾ എത്ര തന്നെ ആസൂത്രണങ്ങളും എത്ര തന്നെ ശക്തിയും സ്വാധീനവും അധികാരവും ഭരണവും രാജകീയതയും ഒക്കെ ഉണ്ടെങ്കിലും പടച്ചോൻ ഇതൊക്കെ തുമ്പില്ലാതാക്കാൻ സെക്കൻഡ് മതി എന്നല്ലേ മനസ്സിലാവുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉറങ്ങുന്നത് വരെ ശുഐബ് നബി അലൈഹി സ്വലാമിനെ ആട്ടി പുറത്താക്കാനും അവിടുന്ന് ആട്ടി ഓടിക്കാനുമുള്ള കഴിവുള്ളവരാണ് ശത്രുക്കൾ. നേരം വെളുത്ത് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരൊറ്റ കുട്ടിയില്ലാന്ന് പറയണം. ശുഐബ് നബിയിൽ വിശ്വസിച്ച ആളുകളല്ലാത്ത ബാക്കിയുള്ളവരൊക്കെ ചത്ത് മലന്നിങ്ങനെ കിടക്കാണ്. നേരം വെളുക്കുമ്പോൾ വന്നു നോക്കുമ്പോൾ തലേന്ന് എന്തൊക്കെ വിചാരിച്ച് ഉറങ്ങിയ ആൾക്കാരാണ്. നേരം വെളുത്തപ്പോൾ എന്താ സ്ഥിതി? അള്ളാഹുവിന് തീരുമാനമുണ്ടാക്കാൻ, അതാണ് ഫത്താഹ്. അള്ളാഹ്ക്ക് തീരുമാനം ഉണ്ടാക്കാൻ പണിയില്ല. അതുകൊണ്ട് എന്ത് വിഷയങ്ങളും നിങ്ങൾ അള്ളാഹോട് പറഞ്ഞോളും തീരുമാനം ഉണ്ടാക്കാമെന്നാണ്. അള്ള ഉണ്ടാക്കി തരുന്ന പറയണം. നമ്മൾ ഏത് ശത്രു, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ ഒരു പ്രദേശത്ത് അവിടുത്തെ ആ പ്രദേശത്തുള്ള ആളുകളുടെ ദീനിൽ സത്യസന്ധമായി നിലകൊള്ളുന്ന മുഴുവൻ ആളുകൾക്കുമെതിരെ വളരെ ശക്തമായിട്ട് അവിടുത്തെ എതിരാളികൾ ഉപയോഗിച്ചിരുന്നൊരു റൗഡിയുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തിനു, അയാൾ അവസാനമായിട്ട് പിന്നെ അവിടുന്ന് ഹജ്ജിന് പോയ ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ സുഹൃത്ത്. അവൻ തിരിച്ചു വന്നാൽ, അവൻ അവിടുന്ന് എങ്ങാനും നാട്ടിൽ തിരിച്ചെത്തിയാൽ അവൻ്റെ കഥ ഞാൻ കഴിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആളാണ്. പക്ഷേ എന്ന് വെച്ചാൽ അയാൾ നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന മുന്നേ ഇയാൾ എന്ത് ചെയ്തു, അറ്റാക്കായി മരിച്ചു. എന്ന് പറഞ്ഞാൽ അനേകം കേസുകളിൽ പ്രതിയാണ്. അവിടുത്തെ മുഴുവൻ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിയാണ്. അവിടെ എത്രയോ ആളുകളെ അടിച്ചു നിരത്തിയ ആളാണ്. എന്താണ് ഒരു നാട്ടിൽ ചെയ്യാൻ പറ്റിയ അക്രമം അത് മുഴുവനും ചെയ്ത വ്യക്തിയാണ്. പക്ഷെ എന്തേ ഉള്ളൂ, ഇപ്പോൾ ഈ ഹൃദയത്തിൻ്റെ മിടിപ്പൊന്ന് നിന്നാൽ തീരുമാനം ഉണ്ടാക്കാൻ അള്ളാഹ്ക്ക് വല്ല പണിയുണ്ട്. എത്ര വലിയ ആളാണ് ഫിറൗൻ. പടച്ചവൻ എങ്ങനെ തീരുമാനം ഉണ്ടാക്കി? ഒരിക്കലും വേറിട്ട് നിൽക്കാത്ത വെള്ളം വേറിട്ട് നിന്നു ഉള്ളിക്കണ്ട് ഇറങ്ങി. ആരൊക്കെ ഇറങ്ങണത്? ആരും ബാക്കിയില്ല ഇറങ്ങാൻ. എല്ലാവരും ഇറങ്ങി. വെള്ളം പഴയ മാരിയുണ്ടായി. ഒരു കുട്ടിനെയും കാണാമല്ലോ. നമുക്കൊരു വിശ്വാസവും ഈമാനും തവക്കലും അള്ളാഹിൻ്റെ കഴിവിനെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ ഇവിടെ എന്താ പേടി? ഏത് ശത്രുവിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവർ വർഷങ്ങളോളം ചെയ്ത ആസൂത്രണങ്ങൾ വെള്ളത്തിലാക്കാൻ അള്ളാഹ്ക്ക് എന്ത് മതി? ഒരു സെക്കൻഡ് മതി എന്നാണ്. അത്രേ ആവശ്യമുള്ളൂ. പക്ഷേ ആ വിശ്വാസവും അതിനുള്ള ഒരു
അർഹതയും ആർക്ക് വേണം? വിശ്വാസികളായ ആളുകൾക്ക് വേണമെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് കാനൂഹുമുൽ ഖാസിരീൻ, അവരാണ് നഷ്ടക്കാർ എന്ന് പറഞ്ഞാൽ രണ്ട് ലോകത്തും അവരിന് നഷ്ടക്കാർ. ഇഹലോകത്ത് ഈ ദാരുണ മരണം, നാളെ പരലോകത്ത് എന്താ വരാൻ പോണത്? ഇതിനേക്കാളും ദുരിതപൂർണമായൊരവസ്ഥയാണ് അവർക്ക് എന്ത് ചെയ്യണത്, സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. അൽ ഹസാർ മഹ്സൂറുൻ ഫീഹിം, നഷ്ടം അവരിൽ മാത്രം പരിമിതമാണ്. ലി അന്നഹും ഹസിറു ദീനഹും വ അംഫുസഹും വ അഹ്ലിഹിം യൗമൽ ഖിയാമ, അവരെ മതം നഷ്ടപ്പെട്ടു, അവരുടെ ശരീരം നഷ്ടപ്പെട്ടു, അവരുടെ കുടുംബം നഷ്ടപ്പെട്ടു പരലോകത്ത്. അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാകുന്നു ഏറ്റവും വലിയ നഷ്ടം. നേരത്തെ അവർ പറഞ്ഞിരുന്നു ലഇൻ ഇത്തബഅതും ശുഐബൻ ഇന്നക്കും ഇദൻ ലഖാസിറുൻ, ശുഐബിൻ്റെ മതത്തിൽ ചേർന്നാൽ ഇങ്ങക്ക് വലിയ നഷ്ടം പറ്റുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ശുഐബിൻ്റെ മതത്തിൽ ചേർന്നവരെല്ലാം രക്ഷപ്പെട്ടു. ശുഐബ് നബിക്കെതിരെ നിന്നവരെല്ലാം എന്ത് ചെയ്തു? ശവങ്ങളായി കമഴ്ന്നടിച്ച് വീണ് മരണപ്പെട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രവാചകന്മാരോട് എതിരിട്ടവരാരും പിൽക്കാലത്ത് വിജയിച്ചിട്ടില്ല എന്നർത്ഥം. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു, സമൂദ് ഗോത്രത്തിലേക്ക് അയച്ച സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തെ അള്ളാഹ് നശിപ്പിച്ചപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, നേരം വെളുത്തിട്ട് ഈ ആൾക്കാർ ഒന്നായിട്ട് നാടൊട്ടുക്കും തലങ്ങും വിലങ്ങും ചത്ത് കിടക്കുകയാണ്. ആ ഒരു മനസ്സിൽ നമ്മളൊന്ന് വിചാരിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇതുവരെ അദ്ദേഹം ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്ന ജനങ്ങളാണിപ്പം മരിച്ചു കിടക്കണത്. അപ്പോൾ അവരോട് ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അതാണിപ്പോൾ പറയണത്. അപ്പോൾ ഇതിപ്പോൾ മനുമോൻ്റെ തഫ്സീലൊക്കെ പറയേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന ആളുകളോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഖുർആൻ്റെ മഹത്വത്തിനൊരു കുറവാണെന്നുള്ള നിലക്ക് ചില ആധുനിക ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ അത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് അറിയോ, ഇത് മരിച്ചവരോടല്ല സംസാരിച്ചിരിക്കുന്നത്, മരിച്ചവരോട് കേൾക്കാൻ വേണ്ടിയുള്ള വർത്താനമൊന്നുമല്ല. ഇപ്പം എന്തേന്ന് വെച്ചില്ല നമ്മൾ, ഇപ്പം എന്തേ ഇപ്പം എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കണ ഒരു ചോദ്യമാണ് എന്ത് ചെയ്യണത് ചോദിക്കണത്. അപ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയണത് അല്ലം യഗ്നൗ ഫീഹ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഇന്നലെ അവരില്ലാത്ത പോലെ പറഞ്ഞ സമൂലനാശാണ്. അപ്പോൾ അവരവിടെ വ്യാഖ്യാനിക്കണം എന്താ വെച്ചാൽ, മരിച്ചവരോടല്ല പറഞ്ഞത്, ഒരു പൊതുനാശം വരുമ്പോൾ കുറച്ച് കാഫറുകളും അവിശ്വാസികളായ ആൾക്കാർ കുറച്ച് ആൾക്കാരെ കയ്യിൽ നിന്ന് കഴിച്ചില്ലാവൂലേ, ഓരോടാ പറഞ്ഞത്. മൊത്തം ജനങ്ങൾ നശിച്ചിട്ടില്ല, കുറച്ച് ആൾക്കാരെ കയ്യിൽ എന്തായിട്ടുണ്ടാവും, അവശേഷിച്ചിട്ടുണ്ടാവും, ഓരോടാണ് പറഞ്ഞത്. പക്ഷെ ഖുർആൻ പറഞ്ഞത് എന്താണ്? അല്ലം യഗ്നൗ ഫീഹ, ഒരാളും ഇല്ല, ഇന്നലെ അങ്ങനെ ഒരു സംഗതി അവിടെ ആരും ഇല്ലാത്ത പോലെ ആയി എന്നാണ്, അങ്ങനെ നശിച്ചു എന്നാണ്. ഏതായിരുന്നാലും അവരോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണപാഠം എന്താണെന്ന് വിചാരിച്ച്, സാധാരണ നമ്മുടെ ഏറ്റവും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മക്കളൊക്കെ തന്നെ നമ്മളെന്തെങ്കിലും അവർക്ക് ദോഷകരമായൊരു സംഗതിക്ക് വേണ്ടി അവർ വാശി പിടിക്കും. അവർക്ക് ദോഷകരമായൊരു കാര്യമായിരിക്കും, അത് നമ്മളെങ്ങനെ പറഞ്ഞു കൊടുത്താലും സംഭവിക്കില്ല, അവർക്കത് കിട്ടിയേ മതിയാവും, നടന്നേ മതിയാവും. അപ്പം അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ നമ്മളെന്താ പറയുക വെച്ചാൽ, ഇങ്ങക്ക് പിന്നീട് ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒരു ഖേദം വരാതിരിക്കാൻ പറ്റിയൊരു പരിപാടി എന്താ വെച്ചാൽ, നിങ്ങൾ ഓലെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ നിങ്ങൾ സംഭവിക്കാനുണ്ട്, ആ സംഭവിക്കുന്ന സമയത്ത് പിന്നെ വിചാരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തി വിടണം. അംഗീകരിക്കാനല്ല, പറഞ്ഞു കൊടുക്കണതൊക്കെ അംഗീകരിക്കാനല്ല, പറഞ്ഞു കൊടുക്കപ്പെടുന്നവരൊക്കെ അംഗീകരിച്ചോളണമെന്നില്ല. പക്ഷെ അവർക്കൊരു ദുരന്തം വരുമ്പോൾ നമുക്ക് അന്ന് ആശ്വസിക്കാം, ഞാൻ അതൊക്കെ നല്ല കൃത്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്നതാണ്. ശരിക്കും ഇവരൊക്കെ ചത്ത് മലച്ച് കിടക്കുമ്പോൾ ശുഐബ് നബി ആശ്വസിക്കുന്നത് അത് വെച്ചിട്ടാണ്. ഞാൻ നല്ലോണം നിങ്ങൾക്ക് മനസ്സിലാകണ കോലത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫതവല്ല അൻഹും വക്കാലയ ഫതവല്ല അൻഹും, അങ്ങനെ അവരിൽ നിന്ന് അദ്ദേഹം വിട്ടുമാറി നിന്നു എന്ന് പറഞ്ഞാൽ ഈ മരിച്ചു കിടക്കുന്ന ആ നശിച്ചു കിടക്കുന്ന ആളുകളിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. വക്കാലൻ അദ്ദേഹം പറഞ്ഞു, യാ കൗമി കത് അബുലത്തുക്കും, യാ കൗമി കത് അബുലത്തുക്കും, ഏ ജനങ്ങളെ ഔസൽ തുഹ ഇലയിക്കും, ഞാൻ നിങ്ങൾക്കിത് എത്തിച്ചു തന്നിട്ടുണ്ട്. വബയ്യൻ തുഹ ഹത്ത ബലഗതു മിൻകും അക്സാമാ യുംകിനു അൻ തസില ഇലൈഹി, നിങ്ങളിലേക്ക് അത് എത്തിച്ചു തരാൻ പറ്റുന്നതിൻ്റെ അങ്ങേ അറ്റത്തെ എൻ്റെ കഴിവ് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ആശ്വസിക്കുകയാണ്. ഈ രൂപത്തിൽ ചത്ത് മലച്ച് പോകുമെന്ന് എനിക്ക് അറിയേണ്ടത് കൊണ്ടാണ്
ഞാൻ നല്ല നിലക്ക് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്. അബുലഗത്തുക്കും റിസാലാത്തി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ ദൗത്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. വനസഹ്തുലക്കും, ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ദോഷവും ബുദ്ധിമുട്ടും വരരുതേന്ന് വിചാരിച്ച് അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോട് ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകി, റബ്ബിൻ്റെ റിസാലത്തുകൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന് മരണപ്പെട്ട് തളർന്ന് ശവങ്ങളായി കമിഴ്ന്ന് കിടക്കുന്ന ആളുകളോട് പറയാണ്. അടുത്ത വാക്കാണ് ഞാൻ ആ പറഞ്ഞ ആശയത്തെ ശരിക്കും നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഇനി ഞാനെന്തിനാ ദുഃഖിക്കണോ? നിങ്ങളെ കാര്യത്തിൽ ഞാൻ എന്തിന് ദുഃഖിക്കേണ്ടതുണ്ട്? ഫകൈഫ ആസ അല ഖൗമിൻ കാഫിരിൻ, ഫകൈഫ ആസ എന്നിരിക്കെ ഞാൻ എങ്ങനെ സങ്കടപ്പെടും? അതിന് അവകാശമില്ലല്ലോ. അല ഖൗമിൻ കാഫിരീൻ, അവിശ്വാസികളായ ഒരു ജനതയുടെ പേരിൽ ഞാൻ എങ്ങനെ സങ്കടം? ഞാൻ ദുഃഖിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരും എന്ന് ഞാൻ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു തന്നതാണ്. ശരിക്കും പറഞ്ഞു തന്നതാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഈ കഴിഞ്ഞൊരു 1 മാസം മുമ്പാണ് ഒരു എൻജിനീയറിംഗ് പഠിച്ചൊരു വിദ്യാർത്ഥി എന്താ വെച്ചാൽ അവൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പിന്നെ മറ്റു സമുദായങ്ങളിൽപ്പെട്ട ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കണം. എനിക്കല്ല, അപ്പോൾ ഒരു ആദ്യ നിലക്ക് എന്ത് ചെയ്യാണ്, ഒരു വിവാഹമൊന്നും ഇല്ലാതെ അവളെ കൂടെ ജീവിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. ആര് ഉപദേശിച്ചിട്ടും ആര് പറഞ്ഞിട്ടും ഒരു നിലക്കും മാറ്റല്ല. അപ്പം ആ സന്ദർഭത്തിൽ അവരുടെ മാതാപിതാക്കൾ ചെയ്തൊരു കാര്യമാണ് എന്ത് വെച്ചാൽ, ഈ ചെയ്യുന്നതിൻ്റെ തെറ്റും ഇതിൻ്റെ ആഴവും മാറൂല എന്ന് ഉറപ്പാണ്. പക്ഷേ അവന് വരാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ചും ഇത്തരമൊരു ജീവിതത്തിൻ്റെ ഇസ്ലാമികമായ രൂപത്തെക്കുറിച്ചും അതിൻ്റെ പരിണതിയെക്കുറിച്ചും ഒക്കെ അവനൊന്ന് പറഞ്ഞു കേൾക്കണം, ഒന്ന് ഇരുത്തി പറഞ്ഞു കൊടുക്കുക. പിന്നെ അവൻ എന്തെങ്കിലും വിഷമം വരുമ്പോൾ പിന്നെ അങ്ങക്ക് വിഷമിക്കണ്ടല്ലോ, അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് സമാധാനിക്കാനൊരു കാര്യം. അപ്പോൾ നോക്കൾ, ഈ മരിച്ചെടുക്കുന്ന ആൾക്കാരെ നോക്കി അദ്ദേഹം പറയണം ഫകൈഫ ആസ, പിന്നെ എങ്ങനെ ഞാൻ ദുഃഖിക്കും, അല ഖൗമിൻ കാഫിരീൻ, ഒരു കാഫിറുകളായ ജനതയുടെ മേൽ ഞാൻ എന്തിനാ ദുഃഖിക്കേണ്ട ആവശ്യം? കാരണം നിങ്ങൾക്കിത് ശരിക്കും ഹൃദയത്തിൽ തട്ടുന്ന രൂപത്തിൽ വർഷങ്ങളോളമായി ഞാൻ നിങ്ങളോടിത് പ്രബോധനം ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വാക്കുകളെ കേൾക്കാനോ അംഗീകരിക്കാനോ ഒന്നും നിങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് പറയണത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തന്നെ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ 2 രൂപത്തിലുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണെന്നാണ് പറയണത്. ഖുർആൻ പറഞ്ഞിട്ടാണ്, അള്ളാഹ് പറഞ്ഞിട്ടാണ്, ഒരു സുന്നത്താണെന്നാണ്. അതായത് ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കൊടുക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, അതൊക്കെ ഒന്ന് നീങ്ങിക്കിട്ടാൻ വേണ്ടി അങ്ങേയറ്റം അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യും, വിനയപ്പെടുകയും കീഴ്പ്പെടുകയും അള്ളാഹുവിന് വിധേയമായി അവർ ജീവിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ അവർ ചെയ്യണില്ല എന്ന് വിചാരിച്ചോളി. ഒരു കഷ്ടപ്പാടും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കൊടുത്തിട്ടും ഒരു ജനത മാറ്റത്തിന് തയ്യാറാവുന്നില്ലെങ്കിൽ പടച്ചോൻ പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവരുടെ ഈ ബുദ്ധിമുട്ടും ക്ഷാമവും രോഗവും പ്രയാസവും ഒക്കെ മാറ്റിയിട്ട് അവർക്കൊരു സമൃദ്ധ ജീവിതം നയിക്കും. എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായോ അതൊക്കെ പരിഹരിക്കും. എന്നിട്ട് അവർക്ക് നല്ലൊരു ജീവിതം അള്ളാഹു എന്ത് ചെയ്യും, അനുഗ്രഹങ്ങൾ കൊടുക്കും. അപ്പോൾ അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് അനുസരിച്ച് അള്ളതൊക്കെ തന്നല്ലോ എന്ന് വിചാരിച്ച് അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുകയാണ് അവർ വേണ്ടത്. പക്ഷെ ആളുകൾ എന്താ ചെയ്യാന്നറിയങ്ങൾ, ആളുകൾ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതാണ്, അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ എന്താ വിചാരിക്കുക ആൾക്കാരെന്നറിയോ, ഇതൊക്കെ ഇപ്പം എന്താ വിചാരിച്ചാൽ ഇതൊക്കെ ഇങ്ങനെ തന്നെയല്ലേ, ഇതൊക്കെ മുമ്പ് കാലത്ത് നമ്മുടെ പിതാക്കന്മാർക്കും എന്തായിട്ടുണ്ട്, കഷ്ടപ്പാടുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷാവസ്ഥ ഉണ്ടാവും. അതല്ലാതെ ഈ സന്തോഷങ്ങളും സുഖങ്ങളും സമാധാനങ്ങളും അള്ളാഹു നമുക്ക് തരുന്നതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. അതൊക്കെ നാട്ടിലൊരു പതിവനുസരിച്ച് കുറച്ചാലും ദാരിദ്ര്യം, കുറച്ചാലും കഷ്ടപ്പാട്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നൊരു സന്തോഷം എന്നേ ഉള്ളൂ എന്നവർ പറയുന്നതാണ്. അപ്പോൾ ആ അനുഗ്രഹങ്ങളിലും അവർ അള്ളാഹുവിനെ തിരിച്ചറിയാതിരിക്കുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, പെട്ടെന്ന് അവർക്കൊരു ശിക്ഷ കൊടുക്കും. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ശിക്ഷയാണ് അവർക്ക് കൊടുക്കുക എന്നാണ്. അപ്പോൾ ഇതിനെ വിശദീകരിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഏത് സന്ദർഭത്തിലും യാ മുക്കല്ലിബൽ ഖുലൂബി സബ്ബിത്ത് കൽബി അലാ ദീനിക് എന്ന് നമ്മളൊരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ഈ തഫ്സീറിൽ. ഞാൻ പറഞ്ഞാൽ നമ്മളെപ്പോഴും ജീവിതത്തിൽ
മാരകമായ പരീക്ഷണങ്ങൾ വരുമ്പോഴും ജീവിതം ഒരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴും ഒരേ അവസ്ഥയിൽ നമ്മൾ ഭയപ്പെടണം. എന്താ ഭയപ്പെടാൻ കാരണം? കഷ്ടപ്പാടും പ്രതിസന്ധികളും വരുമ്പോൾ ഈ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും അന്തിമമായ ഒരു നാശത്തിൽ എന്നെ കൊണ്ടെത്തിക്കുമോ എന്ന പേടി നമുക്ക് വേണം. അതോടൊപ്പം തന്നെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ ഇതേത് സെക്കൻഡിലും എന്നിൽ നിന്ന് പിൻവലിക്കാമെന്ന്. ഈ രണ്ട് വികാരങ്ങൾ മനസ്സിലുണ്ടെങ്കിലും മനുഷ്യൻ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതാണ്. രണ്ട് വികാരം മനസ്സിലുണ്ടെങ്കിലും പടച്ചോപ്പം ഇത്രയും കഷ്ടപ്പാടിൻ്റെ ഇടയിൽ എനിക്ക് ഈ സന്തോഷവും സുഖമൊക്കെ തരുന്നതിൻ്റെ പിന്നിൽ എന്തേലുമൊക്കെ ഉണ്ടാവും എന്ന് പേടിച്ച് ഇതൊക്കെ പടച്ചോൻ പെട്ടെന്ന് പിൻവലിച്ച ഞാൻ എന്ത് കാണിക്കും എന്ന ഭയത്തിൻ്റെ പേരിൽ അള്ളാഹുവിന് കീഴ്പ്പെടുക. രണ്ടായാലും വേണമെന്നാണ്. ഒമാ അർസൽനാ ഫി ഖറിയത്തിൻ മിൻ നബിയ്യിൻ ഒമാ അർസൽനാ ഫി ഖറിയത്തിൻ മിൻ നബിയ്യിൻ, ഒരു രാജ്യത്തിലും ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. ഇല്ല അഹദ്ന അഹ്ലഹ ബിൽ ബഅ്സായി, എന്താണ് അവിടുത്തെ ആളുകളെ എന്താണ് ബഅ്സാ കഷ്ടപ്പാടുകൾ, വല്ലറാ ദുരിതങ്ങൾ, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കൊണ്ട് പിടികൂടാതെ ഒരു ജനതയെയും നാം അയച്ചിട്ടില്ല. ഒരു ജനതയിലേക്ക് ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. ലഅല്ലഹും യല്ലറഊൻ, അവർ വിനയം കാണിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഏതൊരു ജനതയിലേക്ക് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടോ ആ ജനതയെ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? കഷ്ടപ്പാടുകളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും. എന്തിനാണ് കഷ്ടപ്പാടും പ്രയാസവും? ആ കഷ്ടപ്പാടും പ്രയാസവും വരുമ്പോൾ അവരെന്താണ് തൗബ ചെയ്ത് അള്ളാഹുവിന് കീഴൊതുങ്ങി അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പഠിച്ച് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കണം. പക്ഷെ ചിലപ്പോൾ എന്താ വെച്ചാൽ ഈ പരീക്ഷണങ്ങളൊന്നും കൊടുത്താലും മനുഷ്യന്മാരെന്താവൂല, മനസ്സിലാക്കൂല എന്നാ പറഞ്ഞത്. ഹാദിഹി ആദത്തുൻ ജാരിയ ലൻ തസൽ മൗജൂദ ഫിൽ അവ്വല വല്ലാഹിക്കിൻ. ഇത് അള്ളാഹുവിൻ്റെ ഒരു പതിവാണ്. ഇത് മുൻകാലക്കാർക്കും പിൽക്കാലക്കാർക്കും ഒക്കെ ഉണ്ടാകും. താറത്തൻ യഖൂനൂന ഫി സറാഇ വതാറത്തൻ ഫി ലറാ, ചിലപ്പോൾ അവർക്ക് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരും. വതാറത്തൻ ഫി ഫറഹിൻ, ചിലപ്പോൾ സന്തോഷങ്ങളായിരിക്കും. അങ്ങനെ അല ഹസ്ബി തക്കല്ലുബാത്തി സമാൻ, കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇങ്ങനെ മാറി വരും. അതേപോലെ തന്നെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചും. അങ്ങനെ വഹസിബു അന്നഹ ലൈസത്തിൽ മൗഇൽ അവത്തദ്കീർ വൽ ഇസ്തിദ്രാജി വൻ നക്കീർ, അവർക്ക് മനസ്സിലാവില്ല ഇതൊക്കെ അള്ളാഹു എന്താണ് നമ്മളെ ഉത്ബോധിപ്പിക്കാനും ബോധവൽക്കരിക്കാനും ക്രമേണ ശിക്ഷകൾ നടപ്പിലാക്കാനുമാണ് എന്നൊന്നും ഇവർക്കൊന്നും മനസ്സിലാവില്ല. കഷ്ടപ്പാട് വരുമ്പോൾ അവരത് സഹിക്കും, സന്തോഷങ്ങൾ വരുമ്പോൾ അവരതിലെന്ത് ചെയ്യും, മതിമറന്ന് ജീവിക്കും. എന്നാൽ പെട്ടെന്നായിരിക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് വരിക എന്നാണ്. സുമ്മ ബദ്ദൽന മക്കാന സയ്യിഅത്തി അൽ ഹസന, പിന്നീട് തിന്മയുടെ സ്ഥാനത്ത് നാം നന്മയെ പകരമാക്കി. ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകൾക്കും പകരം പിന്നെ അള്ളാഹു എന്തു കൊടുക്കും? നല്ല സുഖസന്തോഷങ്ങളും ക്ഷേമങ്ങളും ഐശ്വര്യങ്ങളും അവർക്ക് എന്ത് ചെയ്യും? നൽകും. അത്ത അഫൗ, അങ്ങനെ അവർക്ക് എന്ത് ചെയ്യും? അഭിവൃദ്ധി വരും. അഫൗ എന്ന് പറഞ്ഞാൽ അവർക്ക് അത് വർദ്ധിക്കും. അവർക്ക് കഷ്ടപ്പാട്, സമ്പത്ത് വർദ്ധിക്കും, സന്താനങ്ങൾ വർദ്ധിക്കും. അങ്ങനെ എല്ലാം അവർക്ക് അഭിവൃദ്ധിപ്പെട്ട് കിട്ടും. വഖാലു, അവർ പറയും കത് മസ്സ ആബാഅനല്ലറാ. എന്താ ഇതൊക്കെ വരുമ്പോൾ എന്താ ഇതൊക്കെ ഒരു കാലത്തിൻ്റെ വ്യത്യാസങ്ങൾ എന്നല്ലാതെ ഇതിലൊന്നും പ്രത്യേകിച്ച് നമ്മളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമില്ലാന്ന്. അപ്പം ഇങ്ങനെ തന്നെയല്ലേ, കുറേ കാലം കഷ്ടപ്പാട് വരും, പിന്നെ കുറേ കാലം സന്തോഷം വരും, കുറേ കാലം പ്രയാസങ്ങൾ വരും. ചിലകത്ത് നല്ല സന്തോഷിക്കാൻ, ചിലപ്പോൾ ദുഃഖിക്കാരം. ഇതൊക്കെ ഇവിടെ നടക്കണ തന്നെയാണ്. ഇതൊക്കെ നമ്മളെ വാപ്പാർക്കും കാരണന്മാർക്കും ഒക്കെ ഈ നാട്ടിലുണ്ടായത് തന്നെയാണ് അങ്ങനെ പറയുള്ളൂ. അല്ലാതെ ഇതിനനുസരിച്ച് ജീവിതത്തെ മാറ്റാനോ നന്നാവാനോ എന്നുള്ളൊരു തീരുമാനം ഉണ്ടാവില്ല എന്നാണ്. വക്കാലു കത് മസ്സ ആബാഅന ലറാഉ വസറാഉ, നമ്മുടെ പിതാക്കളെ കഷ്ടപ്പാടുകളും അതേപോലെ തന്നെ സന്തോഷാവസ്ഥയും ബാധിക്കുകയുണ്ടായിട്ടുണ്ട്, അതുപോലെ ഞമ്മക്കും വന്നു എന്ന് മാത്രം. അങ്ങനെ ഫ അഹദ്നാഹും ബഗത്തൻ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? അവരെ നാം പെട്ടെന്ന് ഇങ്ങോട്ട് ശിക്ഷ കൊണ്ട് പിടികൂടി. വഹും ലാ യശ്ഉറൂൻ, അവർ അറിയാത്ത വിധത്തിൽ പെട്ടെന്ന് നാം അവരെ പിടിച്ച് അവരെന്ത് ചെയ്യും? ശിക്ഷിക്കും. അങ്ങനെ ശിക്ഷിക്കുന്ന സമയത്തായിരിക്കും അവരെന്ത് ചെയ്യുക? ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ അവരറിയാന്നാണ് പറയുന്നത്. ഐ ലം യഖ്തുർ ലഹുമുൽ ഹലാക്ക് അലാപാൽ വലന്നു അന്നഹും ഖാദിറുൻ അലാമ ആതാഹുമുള്ള വ അന്നഹും ഗൈറു സായിലീന വലാ മുതനഖലീന അൻഹു. അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സൗകര്യങ്ങളൊക്കെ അവർക്ക് വരുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ നേടിയതാണ്, ഞങ്ങളെ സാമർഥ്യം കൊണ്ട് നേടിയാണ്, കഴിവുകൊണ്ട് നേടിയതാണെന്ന് അവർ വിചാരിക്കും. പക്ഷെ അല്ലാഹ് അതെന്താണ്? സെക്കൻഡുകളെ കൊണ്ട് അവരിൽ നിന്ന് പിൻവലിക്കുമ്പോഴാണ് അവരെന്ത് മനസ്സിലാക്കുക? നമ്മൾ വിചാരിച്ച പോലെയല്ല, പടച്ചോൻ എന്താണ്
ഇത് നമുക്കൊരു പരീക്ഷണത്തിന് തന്നതാണെന്ന് ആ സന്ദർഭത്തിലേ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് അള്ളാഹു ഹക്കീമാണ്. അള്ളാഹുവിൻ്റെ എന്ത് തീരുമാനങ്ങളിലും ഒരു ഹിക്മത്ത് ഉണ്ടാകും. അപ്പോൾ നമുക്ക് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒക്കെ എന്താണ്, നമ്മൾ ആ സന്ദർഭത്തിൽ സുഖമാണെങ്കിൽ അള്ളാഹു അത് പിൻവലിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടും, ദുഃഖങ്ങളും പ്രയാസങ്ങളുമാണെങ്കിൽ അത് നീങ്ങിക്കിട്ടാൻ വേണ്ടിയും നമ്മൾ അള്ളാഹുവിന് കീഴൊതുങ്ങി ഭക്തിയോടുകൂടെ അവൻ്റെ പരീക്ഷണങ്ങളെ ക്ഷമിച്ചുകൊണ്ടും അതേപോലെ തന്നെ അവൻ്റെ അനുഗ്രഹങ്ങൾ നന്ദി ചെയ്തുകൊണ്ടും ജീവിക്കണം എന്ന സന്ദേശമാണ് എന്ത് ചെയ്യണത്. അതിനുശേഷം എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അള്ളാഹു മൊത്തത്തിൽ എന്ത് ചെയ്യാണ്, ഒരു ഇത് നമുക്ക് തരികയാണ് ഇതിൻ്റെ അവസാനത്തിൽ ചെയ്യണത്. ഓതി വെക്കാം. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأخذتهم الرجفة فأصبحوا في دارهم جاثمين. الذين كذبوا شعيبا كأن لم يغنوا فيها الذين كذبوا شعيبا كانوا هم الخاسرون. كانوا هم الخاسرين. خاسرين ആണ്. كانوا هم الخاسرين. فتولى عنهم وقال يا قوم لقد أبلغتكم رسالات ربي ونصحت لكم فكيف آسى على قوم كافرين. وما أرسلنا في قرية من نبي إلا أخذنا أهلها بالبأساء والضراء لعلهم يضرعون. ثم بدلنا مكان السيئة الحسنة حتى عفوا وقالوا قد مس آباءنا الضراء والسراء فأخذناهم بغتة وهم لا يشعرون.